ഡൽഹി ഭീകരാക്രമണത്തിന് ഇസ്ലാമിക ഭീകരർ 2 കാറുകൾ കൂടി വാങ്ങിയതായി കണ്ടെത്തൽ. ഈ കാറുകളും സ്ഫോടനത്തിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടത്തിയ ഉമറിനൊപ്പം 2 പേർ കൂടി ഉണ്ടായിരുന്നതായി CCTV ദൃശ്യങ്ങൾ. ഇവർക്കും 2 കാറുകൾക്കുമായി വ്യാപക തെരച്ചിൽ നടക്കുകയാണ്. വിവരങ്ങളുമായി S. ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അനുനിമിഷം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് 2 കാറുകൾ കൂടി ഭീകരർ വാങ്ങിയിരുന്നു. ഈ കാറുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അന്വേഷണ ഏജൻസികൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, ഞെട്ടിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം 2 കാറുകൾ കൂടി ഈ ഭീകരർ വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ വിവരങ്ങൾ ഇനിയും ട്രേസ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ ഈ സ്ഫോടനം നടത്തിയ മുഹമ്മദ് ഉമർ എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് 2 കാറുകൾ 2 ഭീകരർ കൂടി ഉണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത് ശരിയാണെങ്കിൽ നമ്മൾ വളരെ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം. അവർ എന്തെങ്കിലും കാര്യത്തിന് ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഈ കാറുകൾ ഉപയോഗിച്ചേക്കുമോ എന്നുള്ള ഭയമുണ്ട്. തെരച്ചിൽ അനുനിമിഷം തുടരുകയാണ്. കാൺപൂരിൽ കസ്റ്റഡിയിൽ 7 പേരെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എടുത്തു എന്ന വിവരമാണ് വരുന്നത്. അത് ഈ ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ നേതാവായ അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലാണ് അറസ്റ്റ്. ശ്രീകാന്ത്, ഈ അന്വേഷണം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഡോക്ടർ ഷഹീനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന കുറേയേറെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മുസമ്മലിനെക്കാട്ടിലും ഒരുപക്ഷെ ഒരു പടി കൂടി ഈ ഭീകരതയ്ക്ക്, ഈ ഭീകരാക്രമണത്തിന്, രാജ്യത്തെ തകർക്കാനുള്ള ഈ കുൽസിത നീക്കത്തിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഡോക്ടർ ഷഹീൻ ആണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം, 2 വർഷമായി ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ സമാഹരിക്കുകയാണ് ഡോക്ടർ ഷഹീന്റെ നേതൃത്വത്തിൽ. ഇവരാണ് ഇതിനു വേണ്ടി ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി മറ്റ് ഒരു അനൗദ്യോഗിക വിവരം കൂടി പുറത്തു വരുന്നത് മസൂദ് അസറിന്റെ സഹോദരി സായിദയുമായി വളരെ അടുത്ത ബന്ധമാണ് ഈ ഡോക്ടർ ഷഹീൻ പുലർത്തുന്നത് എന്നാണ്. ഇവിടെ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സംഘടനയെ ഇവിടെ വളർത്തിയെടുക്കാൻ വേണ്ടി സകല ചുമതലയും പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത് ഡോക്ടർ ഷഹീനാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഈ കേന്ദ്ര ബിന്ദു ഡോക്ടർ ഷഹീനാണ് എന്നാണ് ഈ ഘട്ടത്തിൽ വിവിധ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ശ്രീകാന്ത്, നീലിമ, 2 ടെലഗ്രാം ഗ്രൂപ്പുകൾ, അതിൽ ഒന്ന് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടതായിരുന്നു. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഷഹീൻ സജീവമാണ്. ഷഹീൻ മാത്രമല്ല, മറ്റ് ഡോക്ടർമാരും സജീവമാണ് എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ടെലഗ്രാം ഗ്രൂപ്പിലൂടെയാണ് ഈ ഷഹീൻ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസറിന്റെ സഹോദരിയുമായി ബന്ധം സ്ഥാപിച്ച് എടുക്കുന്നത്. ഈ മസൂദ് അസറിന്റെ സഹോദരിക്കാണ് ഈ വനിതാ വിഭാഗത്തിന്റെ ചുമതല കൂടിയുള്ളത്. ഇന്ത്യയിലെ വനിതാ വിഭാഗത്തിന്റെ ചുമതല ഈ ഷഹീനാണ്, ജെയ്ഷയുടെ ചുമതല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതൊരു കാർഷിക മേഖലയാണ്. ഞാൻ പോയ ദൗജ് എന്ന് പറയുന്ന സ്ഥലം ഒരു ഗ്രാമീണ മേഖല, ഒരു കാർഷിക മേഖലയാണ്. അവിടെ ഈ അമോണിയം നൈട്രേറ്റ് കർഷകരെ വിട്ട് അത്തരം വളം ഡിപ്പോകളിൽ നിന്നും സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവരെ അതിനുവേണ്ടി അവിടെയുള്ളവർ സഹായിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഈ 2 വർഷമായി അവർ ഈ അമോണിയം നൈട്രേറ്റ് ഘട്ടം ഘട്ടമായി, അത് സംശയം തോന്നാതിരിക്കാൻ കൂടി ആകണം, ഘട്ടം ഘട്ടമായി വാങ്ങിക്കൂട്ടി അത് 2900 കിലോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുൻപ് ഇത് കേട്ടിട്ടുണ്ടോ? ആ സ്ഥലപ്പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതായത് 2000 കിലോ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ച് സ്ഫോടക വസ്തു നിർമ്മിച്ച് 160 പേരെ കൊന്ന ഒരു സ്ഫോടനം ഇന്ന് രാവിലെ അതിന്റെ കുറച്ച് വിവരങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെയെങ്കിൽ 2900 കിലോ സ്ഫോടക വസ്തുക്കൾ കൊണ്ട്, അമോണിയം നൈട്രേറ്റ് കൊണ്ട് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി അത് ഡൽഹിയിൽ വിവിധ ഭാഗങ്ങളിലായി കാറുകളിൽ സ്ഥാപിച്ച് പൊട്ടിത്തെറിപ്പിക്കുക, ഇതായിരുന്നു ഈ ഷഹീനും സംഘവും ലക്ഷ്യമിട്ടത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ സ്ത്രീ അത് വനിതാ വിഭാഗത്തിന്റെ, ജെയ്ഷയുടെ വനിതാ വിഭാഗത്തിന്റെ നേതാവ് കൂടിയാണ്. ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം നീലിമ, അതായത് ഈ 2 കാറുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു.
ഈ ഉമറിനൊപ്പം 2 ഭീകരർ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇവരെ കുറിച്ച് ഒരു വിവരവും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടിയാകുമ്പോൾ ആശങ്ക അങ്ങേയറ്റം ഉയരുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്, സുരക്ഷാ ഏജൻസികളാണ്. നിലവിൽ അവർ ഇക്കാര്യത്തിൽ യാതൊന്നും മിണ്ടുന്നില്ല. NIA-യുടെ 10 അംഗ സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മലയാളി ഉദ്യോഗസ്ഥനായ വിജയ് സാക്കറെയാണ് ഇതിന്റെ അന്വേഷണ ചുമതല. അഡീഷണൽ ഡയറക്ടർ ജനറലാണ് അദ്ദേഹം. NIA-യിൽ ഇപ്പോൾ അന്വേഷണം അവർ ആരംഭിച്ചു കഴിഞ്ഞു. കാൺപൂരിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ലഖ്നൌവിൽ ഈ ഷഹീന്റെ വീട് കേന്ദ്രീകരിച്ച് അരിച്ചു പെറുക്കുകയാണ്. ഈ അൽഫല ആശുപത്രിയിൽ 52 ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. കാശ്മീരിൽ കാടടച്ച പരിശോധന നടക്കുന്നുണ്ട്. അവിടെ എത്ര അറസ്റ്റുകൾ, എത്ര കസ്റ്റഡി എന്നുള്ളത് എണ്ണാൻ പോലും കഴിയാത്ത വിധം കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് തുടരുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 1 or 2 സ്ഥലത്ത് മാത്രമല്ല ഇവർ കേന്ദ്രീകരിച്ചിരുന്നത് എന്നും കൂടുതൽ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ ശ്രീകാന്ത്, ഇപ്പോൾ ഈ ഡോക്ടർ ഷഹീന്റെ സഹോദരൻ പർവേസ് അൻസാരി, ഇയാളും ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു, ഡോക്ടറാണ്. ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പ് അയാൾ ഈ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചു പോയി. അയാളും ഈ ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ കണ്ണിയാണ് എന്നുള്ള വളരെ കൃത്യമായ സംശയം അന്വേഷണ ഏജൻസികൾ ഉയർത്തുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭീകരവാദം, അപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ ഇതേക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പുൽവാമയിലുള്ള ഭീകരരുടെ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുടുംബമായി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഭീകര പ്രവൃത്തികളിൽ ഇവർ ഏർപ്പെടുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, എന്നാലും നീലിമ പറയാതിരിക്കാൻ കഴിയില്ല. കുടുംബത്തോടെ ഭീകരന്മാരാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അതായത് ഈ പർവേസ്, ഈ ഷഹീന്റെ സഹോദരൻ പർവേസ് കൊടും ഭീകരനാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾ തുടർന്നു വരുന്നു. ഈ ഷഹീനെ ഇപ്പോൾ തുടർച്ചയായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മൊഴിയായിരുന്നു 2 കാറുകൾ കൂടി ഉണ്ട് എന്നുള്ളതും അത് മറ്റ് 2 പേർ കൂടി ഉണ്ട് എന്നുള്ളത് ഈ ഷഹീന്റെ മൊഴിയിലാണ്. അവരെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ശ്രീകാന്ത്, ഡോക്ടർ ഷഹീനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ ഏറ്റവും നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ജയ്ഷെ മുഹമ്മദിന്റെ ഭാരതത്തിൽ ജമാത്തുൽ മോമിനത്ത് എന്ന് പറയുന്ന വനിതാ വിഭാഗത്തിന്റെ റിക്രൂട്ടറായിരുന്നു, മെയിൻ റിക്രൂട്ടറായിരുന്നു, അതിൻ്റെ തലവയായിരുന്നു ഡോക്ടർ ഷഹീൻ എന്ന് പറയപ്പെടുന്നു. ഷഹീനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭീകരവാദ ബന്ധം വളരെ കൃത്യമായി സംശയിക്കപ്പെട്ട ഇവരിലേക്കാണ് ഏറ്റവും കൂടുതൽ അന്വേഷണം നടക്കുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.